ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മക്കൾ സ്കൂളിൽ പോയതും എപ്പോഴത്തെയും പോലെ വീട്ടിലെ പണികളൊക്കെ തീർന്നിട്ട് ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ വാപ്പി നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോകണത് കണ്ടത്. അപ്പോൾ ഞാനും അവിടെ ആളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് കുറേ ബണ്ടിലുകൾ വന്ന് കിടക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വാപ്പി അത് ഓരോന്നും പുതിയതൊക്കെ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോ ഭാഗത്ത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെക്കിങ് നടക്കുന്നുണ്ട്, പിസിരി വെട്ടലുണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, അടുക്കലുണ്ട്, പാക്കിംഗ് ഉണ്ട്, കട്ടിങ് ഉണ്ട്, എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. അവിടുത്തെ കളറുകളും അതെല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ ഒരു ദുരുദ്ദേശം കൂടിയാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്നെക്കാളും മൂത്തതാണ്. ഒരു 10 വർഷം മുന്നേ നമ്മൾ പരിചയമാണ് കേട്ടോ. ഒരു അക്കയാണ്. അപ്പോൾ അവരെന്നെ എപ്പോഴും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. വാ അവിടെ വന്നിരിക്കുക, 2 ദിവസം വന്നിരിക്കുക, വിരുന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല, എപ്പോഴെങ്കിലൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആളുടെ അടുത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി ഉടനെ തന്നെ ആൾ നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറ് നിറയെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആൾ പോകാൻ നേരത്തെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ബോളി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കൂടെ തിരക്ക് പിടിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. തേങ്ങ ചിരവാനും അതുപോലെ തന്നെ അരയ്ക്കാനും മാവ് കുഴയ്ക്കാനും ചുടാനൊക്കെ ഞാൻ തന്നെ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബോളി. ഒരു 10 വർഷം മുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബോളി കഴിക്കുന്നത്. അച്ചുക്കുട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ 7ാം മാസത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പുളിച്ചോറ്, പുളിയോദര, ഫ്രൂട്ട്സ്, പൂവ്, അതിൻ്റെ കൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു ബോളി. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ആൾക്കറിയാം. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ വീണ്ടും ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ ചോറ് നല്ലോണം കഴിച്ചതുകൊണ്ട് എൻ്റെ വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. തിരിച്ച് വരുമ്പോൾ വയറിലിങ്ങനെ ഒന്ന് ഇളകുമ്പോൾ വയറിൽ കുറച്ച് ഗ്യാപ്പ് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ബോളിയുടെ മണം സഹിക്കാൻ പറ്റില്ല കേട്ടോ. പറയാൻ മറന്നു, ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ആൾ എനിക്ക് കുറേ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും നമുക്ക് പാഴ്സൽ നിർബന്ധമാണല്ലോ. അങ്ങനെ എനിക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഈ ബോളിയുടെ മണം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ വണ്ടിയിലിരുന്ന് ഞാനും വാപ്പിയൊക്കെ വീണ്ടും കഴിച്ചു. വരുന്ന വഴിക്ക് പാത്തുക്കുട്ടീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുക്കുട്ടി പറഞ്ഞിട്ടുമ്പോൾ കാറിൽ എന്തോ മണമുണ്ട് എന്ന് ഞാൻ വീട്ടിൽ പോയത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആളിന്ന് എനിക്ക് കുറച്ച് ബോളിയും പിന്നെ ഉച്ചയ്ക്ക് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ രസം നല്ല രസമായിരുന്നു. അപ്പോൾ അത് കുറച്ച് പാക്ക് ചെയ്തു. പിന്നെ ഇത് മാവാണ് കേട്ടോ, വീട്ടിൽ അരച്ച മാവാണ്. അതിങ്ങനെ ഇടയ്ക്ക് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് പോയപ്പോൾ അതും തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ബോളി കുറേ ഉണ്ടായിരുന്നു, വണ്ടിയിൽ വെച്ച് കഴിച്ചുകൊണ്ട് കുറച്ച് ബാക്കിയേ ഉള്ളൂ. അങ്ങനെ ഞാനും പാത്തുക്കുട്ടിയും കൂടെ വീണ്ടും സെക്കൻഡ് റൗണ്ടും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോളി ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.